നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഒരു വിലയേറിയ അവസരം നൽകി തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെന്മാറ ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലി നടത്തിവരുന്ന ഈ ദൈവവചന പഠന പരമ്പരയുടെ ഒരു ഭാഗവാക്കായി തീരുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക ഈ ദൈവസഭയോട് ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളോർത്തുപോലെ കഴിഞ്ഞ മാസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന പഠനം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വചനം എല്ലാവരും പഠിക്കുന്നവരാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. ഇന്നും ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ വചനം പഠിക്കുവാനായിട്ടുള്ള ഒരു മോഡൽ പറഞ്ഞു തരുന്നത് എന്ന് മാത്രമുള്ളൂ. ഇതിൻ്റെ ആഴമായ സത്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇറങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ വചന പഠനം കഴിഞ്ഞ നാളുകളിൽ ഇവിടെ നടന്ന ക്ലാസ്സുകളെ പോലെയല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത ക്ലാസ്സിനെ പോലെയുള്ള ഒരു ക്ലാസ്സല്ല. മറിച്ച് ഇതൊരു അവലോകന ചിന്തകളാണ്. നാം എടുക്കുന്ന അധ്യായത്തിൽ നിന്ന് കാര്യങ്ങളെ നാം ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു സന്ദേശത്തിൻ്റേതായിരിക്കുന്ന രീതികളൊന്നും ഇതിനുണ്ടാകുകയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു പാട്ട് പാടിക്കോ. എന്തായാലും അതൊന്നും വേണ്ട. ബോറടിക്കുകയാണെങ്കിൽ ഒരു പാട്ട് പാടാം. സമയം കളയുന്നില്ല. വളരെ പെട്ടെന്ന് നമ്മുടെ വേദ പഠന ഭാഗത്തേക്ക് കടന്നു വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ്. 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ദീർഘമായിരിക്കുന്ന ഒരു പാസേജാണ് എങ്കിൽ തന്നെയും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ അത്ര പരിചയമില്ലാത്തവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. ഇതൊരു ബൈബിൾ ക്ലാസ് ആയത് കാരണം വായിക്കുവാൻ സാധിക്കുന്നവർക്കൊക്കെ വായിക്കാം. ഓരോ വാക്യം വീതം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഓരോ വാക്യം വീതം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 19-ാമത്തെ വാക്യം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒരാൾ വായിക്കുക, അടുത്ത ആൾ അടുത്ത വാക്യം വായിക്കാം. നമ്മുടെ എല്ലാവരും സഹകരണം ഉണ്ടായിക്കോട്ടെ. ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ദാസർ എന്ന് പേരുള്ള ഒരു ദൈവത്തിൽ വ്രണം നിറഞ്ഞവനായി അവൻ്റെ കൽപ്പുരയ്ക്കൽ കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് വിശുദ്ധ അടുത്ത ആൾ ആഴ്ചകളും വന്ന അവൻ്റെ വ്രണം നട്ടു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ഭൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ പടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും അടക്കപ്പെട്ടു ധാരാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ നേരോട്ട് നോക്കി ഓരോരുത്തരും അബ്രഹാമിൻ്റെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അടുത്ത ആൾ 24-ാം വാക്യം. ഇനിയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അതിനെ അവൻ അല്ലല്ല
അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ മുച്ചതിൽ നിന്ന് ഒറ്റ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുക എന്നതാണ്. ആരും ബൈബിളിൽ അടച്ചു വയ്ക്കരുത്. കേട്ട് മടുത്തിട്ടുള്ള ഒരു വേദഭാഗമാകാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്കറിയാം, ഈ കഥ നമുക്കറിയാം. അതുകൊണ്ട് കഥയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അമ്മത് വായിച്ചിട്ടുണ്ടോ? മുമ്പ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ഒരു ഉപമയല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, നമ്മളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇത് ഉപമയാണ് എന്നുള്ളത് അഭിപ്രായമുണ്ട്. ഉപമയെ സംബന്ധിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമിത്. അപ്പോൾ ഇത് ഉപമയല്ല എന്നുള്ളതിന് ചില കാരണങ്ങൾ ഞാൻ പറയാം. ഉപമ പറയുമ്പോൾ എങ്ങനെയാണ് സാധാരണ എന്ന് നമുക്ക് ബൈബിളിൽ നോക്കാം. ലൂക്കോസ് 15:3. ലൂക്കോസ് 15:3. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഉപമ പറയുമ്പോൾ എന്താ? ഉപമ പറഞ്ഞു എന്ന് പറയും. 15:8 വായിക്കുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് മതി, അത്ര മതി. അവിടെ എന്താ? എന്നിരിക്കട്ടെ. ഇതുപോലെ 15:4 നമ്മൾ വായിക്കേണ്ടത് എന്നിരിക്കട്ടെ. അത് ഉപമ പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു സംഭവമാണ്, ഇതൊരു നടന്ന സംഭവമാണ്. അതിൻ്റെ കാലഘട്ടം ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഒരു പക്ഷേ മോശയും പ്രവാചകന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് സംഭവമാണെന്ന് പറയാനുള്ള കാരണം 15-ാം അധ്യായത്തിൻ്റെ 11 വായിക്കുന്നു. വായിച്ചു വയ്ക്കാൻ. 15-ാം അധ്യായത്തിൻ്റെ 11. ഉണ്ടായിരുന്നു ആ പ്രയോഗമാണ്. എന്താണ്? ഒരു സംഭവം പറയുമ്പോൾ ബൈബിളിൽ ഉണ്ടായിരുന്നു. ഉപമ എന്ന് പറയുമ്പോൾ ഉപമ പറഞ്ഞു, അല്ലെങ്കിൽ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സാദൃശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ 16-ന്റെ 1 വായിക്കുന്നു. വായിച്ചു വയ്ക്കാൻ. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നുള്ള പ്രയോഗമാണ്. ഇതിന് നമ്മൾ 19-ലേക്ക് 16-ന്റെ 19-ലേക്ക് വരുമ്പോൾ കാണുന്നത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇനി ചിന്തിക്കുക, ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഇതൊരു ഉപമയായിട്ട് പറയുകയായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, എന്തെങ്കിലും ആൻസർ? അല്ല, ഞാൻ പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതൊരു ഉപമയാണെങ്കിൽ അത് ഉണ്ടാവണമെന്നില്ല. സാദൃശ്യപ്പെടുത്തി പറയാണ്. ഉണ്ടായിരുന്നില്ല, ഇത് ഉപമയായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല. കാരണം ഒരു ഉപമ പോലെയല്ല, ഉപമയിൽ പറയുന്ന രീതിയെ പോലെയല്ല ഇവിടെ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും. ഇത് ഉള്ളത് തന്നെയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഥയാണെങ്കിൽ എന്തുണ്ടാവും? ഇതൊക്കെ നമ്മൾ അവഗണിക്കും, അതിന് വലിയ പ്രാധാന്യം കൊടുക്കും, നമ്മൾ അവഗണിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇത് ഉപമയാണെന്ന് പറഞ്ഞ് അതിൻ്റെ കഴമ്പ് ഇല്ലാതാക്കാനായിട്ട് ആരും ശ്രമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ഉപമയല്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം പേരുകൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ പേരെന്ന് പറഞ്ഞ പേര് കുട്ടികൾ പറയും. ഏതൊക്കെ പേരാണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ ലാസർ, പിന്നെ അബ്രഹാം, പിന്നീടോ ഒരു പേര് മതി, മോശ. ഇത്തിരി ഒക്കെ പറഞ്ഞോട്ടാ. മോശ. അപ്പോൾ പേരുകൾ പറഞ്ഞിരിക്കുന്നു. ആ പേരുകൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പാക്കാം ഇത് സംഭവമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പേരുകളൊക്കെ പറയുമ്പോൾ കർത്താവിനെ ഇവരെയൊക്കെ അറിയാനായിട്ട് കർത്താവിനെ അറിയാം എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം തന്നെയാണ്. ഇത് കർത്താവിനെ അറിയാം എന്നുള്ളത് നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളിലും, ഓരോ സംഭവങ്ങളിലും അല്ലെങ്കിൽ ഉപമകളിലും ഒക്കെ കർത്താവിൻ്റെ ദൈവത്വത്തെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് പറയാനുള്ള കാരണം യേശുക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ, ഒരു സംഭവം പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പഠനങ്ങൾ ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, തെളിഞ്ഞു കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, പാതാളത്തെക്കുറിച്ച് ആർക്കറിയാം? കർത്താവിന് അറിയാം. പാതാളത്തെക്കുറിച്ച് അറിയാം.
അത് പാതാളത്തെക്കുറിച്ചും പരദീസയെക്കുറിച്ചും പറയുന്ന വിശുദ്ധന്മാർക്ക് ലഭിച്ച വെളിപ്പാടുകളുമായിട്ട് എന്താ ഇത് ഒത്തുപോകുന്നുണ്ട്. പഴയ വിശുദ്ധന്മാർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പാതാളത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ സംഭവവും അവർക്ക് വെളിപ്പെട്ട സത്യങ്ങളും ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നുണ്ട്. അത് വ്യത്യാസപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് സംഭവമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കണോ? ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഫോറടിക്കുന്നുണ്ടോ? സംസാരം ഇല്ല. അപ്പോൾ ഇത് സംഭവമാണ്. പിന്നെ കർത്താവിനെ സംബന്ധിച്ച് കർത്താവിനെ എല്ലാം അറിയുന്ന ആളാണ്. അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഉള്ള കാര്യങ്ങളും അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന് അറിയാം എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ കടലിൻ്റെ തീരത്ത് കൂടെ നടക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു, അല്ലേ? ശിഷ്യന്മാരെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ പേര് ചൊല്ലി വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ പേര് ചൊല്ലി വിളിച്ചു. പ്രത്യേകിച്ച് അവനെ പരിചയപ്പെടാതെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന് അവരുടെ പേരുകളൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47 അവിടെ എടുക്കണ്ട, അത് ഞാൻ പറഞ്ഞു പോകാം, സമയം. അവിടെ 47 അവിടെ ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താ ആര് വിളിക്കുന്നത്? നദനയേൽ എന്ന് പറഞ്ഞ ആളെ ആര് പേര് വിളിക്കും. എന്നിട്ട് ഞാൻ എവിടെ കണ്ടു? നീ അത്തിയുടെ ചൂട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇവരെ അറിയാം എന്നുള്ളതാണ്. ഇവരെയൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. പിന്നെ ശൗലിനെ വിളിക്കുന്നുണ്ട്, അല്ലേ? എങ്ങനെ വിളിച്ചു? ശൗലിനെ എങ്ങനെ വിളിച്ചത്? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. കർത്താവിന് ശൗലിനെ കൃത്യമായിട്ട് അറിയാം. ഇത് അതുപോലെ വേറൊരാൾ വിളിക്കുന്നുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാം, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വേറൊരാളുണ്ട്, സക്കായെ വിളിക്കുന്നുണ്ട്, അല്ലേ? സക്കായെ നീ വേഗം ഇറങ്ങിയോ. കർത്താവിനറിയാം സക്കായെ എവിടെയാണ് ഇരിക്കുന്നത്, കൃത്യമായിട്ട് അറിയാം. ഇവിടെ നമ്മൾ അതിൽ പഠിക്കുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് നമ്മെ എല്ലാവരെയും അറിയാം. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദാവീദിന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് കർത്താവിന് നമ്മെ ഓരോരുത്തരെയും വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കിട്ടിയല്ലോ. ഒരു കാര്യം കൂടെ, ധനവാൻ എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? അതൊന്ന് വായിച്ചു നോക്കി. 28 വായിക്കാം. 16:28. ലൂക്കോസ് 16:28. അതെ, 5 സഹോദരന്മാർ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയും. ഉണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സംഭവമാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇതൊരു പഠനമാണ്, ഞാൻ അങ്ങനെയാണ് പോകുന്നത്, ഒരു പഠനം എന്ന രീതിയിലാണ്. അതുകൊണ്ട് കൂടുതൽ മെസ്സേജസ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അടുത്തത് ചില ചോദ്യങ്ങളാണ്. ധനവാനെ കുറിച്ച് ചില ചോദ്യങ്ങൾ. അതായത് ധനവാൻ യാതൊര സ്ഥലത്ത് പോകുവാനിടയായത് എന്ത് പാപം ചെയ്തിട്ടാണെന്നുള്ളതാണ്. നമ്മൾ വായിച്ചാണ് ഈ ഭാഗം, നമ്മൾ മുമ്പ് വായിക്കും പഠിച്ചിട്ടുണ്ട്. ഉത്തരവൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. ധനവാൻ യാതന സ്ഥലത്ത് പോകുവാനിടയായ പാപം അഥവാ പാപങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കാൻ വേണ്ടിയാണ്. വെറുതെ ഒന്ന് ഗസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു വാക്യം ഞാൻ പറഞ്ഞു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വായിക്കാം. ഉറക്കെ വായിച്ചു ഒരാൾക്ക്. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതിവെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് ധനവാൻ യാതന സ്ഥലത്ത് പോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ധനവാന്റെ പാപം. അത് നമുക്കിവിടെ ലൂക്കോസ് 16 നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ മറ്റു പല ഈ പഠനത്തിൻ്റെ അവസാനം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപചോദ്യമുണ്ട്, സമ്പത്ത് ഉള്ളവനായതുകൊണ്ടാണോ ധനവാൻ പാപം ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചില ആളുകൾ പറയുന്നത് ഇവൻ്റെ ധനമാണ് ഇവൻ നരകത്തിലേക്ക് പോകുവാൻ കാരണമായി തീർന്നത്. ആ ധനത്തിൽ അവൻ സന്തോഷിച്ചു, അതിൽ ഉല്ലസിച്ചു, അതുകൊണ്ട് എന്താ അവന് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് നരകത്തിൽ പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറയാം. നമുക്കൊരു സങ്കീർത്തനം 49. സങ്കീർത്തനം 49. ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വായിക്കാൻ പറയാം, ഞാൻ വായിക്കാം.
ഒന്നാം വായിക്കാം. സങ്കീർത്തനം 49. എല്ലാവരും കിട്ടിയോ? സകല ജാതികളുമായുള്ളവരെ കേൾക്കും. സകല ഉപവാസികളുമായുള്ളവരെ ചെയ്യുമ്പോൾ സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ നോക്കുക. എന്താണ് പറയുന്നത്? സകല ജാതികളുമായുള്ളവരെ എന്ത് കേൾക്കണം? എന്നിട്ട് പറയാ ധനവാന്മാരും ദരിദ്രന്മാരും എന്ത് ചെയ്യണം? യഹോവയ്ക്ക് ചെവി കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം അവിടെ പറയുകയാണ്. ഇതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിൻ്റെ 11-ാം വാക്യം തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. നോക്കുക. അടുത്തത് 14-ാം വാക്യം 13-ാം വാക്യം ഇത് സ്വയാസരക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരിലുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. പിന്നെ 15-ാം വായിക്കാം. 15 വായിക്കാം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്കു തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. ഇത്ര സ്പീഡിൽ പോകണം, എന്നാലും നമുക്ക് മാക്സിമം തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ധനവാന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു അങ്ങോട്ട് വായിക്കാം. സങ്കീർത്തനം 53. സങ്കീർത്തനം 53-ന്റെ 1-2 വായിക്കണം. എന്താ വായിക്കണം? ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വശവന്മാരായി ലേച്ഛമായ നീതികളെ പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനായിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ കാരണങ്ങളൊക്കെ നമുക്ക് ധനവാന്റെ മേലിൽ കെട്ടിവെക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ധനവാന്റെ മുകളിൽ നമുക്ക് കെട്ടിവെക്കാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ആഡംബരത്തോടെ സുഖിച്ചു, അല്ലെ? ആഡംബരത്തോടെ സുഖിച്ചു എന്നുള്ള പദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത് എന്താ? ഇത്തരം സ്വഭാവങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന വ്യക്തികളായിരിക്കാൻ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ധനവാൻ ചെയ്ത പാപങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു പാപമല്ല, അവൻ വലിയ പാപത്തിൻ്റെ ഒരു ഉടമ തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ധനവാന്റെ അപേക്ഷ കേട്ടില്ല? 27-ാം വാക്യം 16-ന്റെ ലൂക്കോസ് 16-ന്റെ 27. അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് ധനവാന്റെ അപേക്ഷ കേട്ടില്ല? ഇതൊക്കെ അതിൻ്റെ ഉത്തരങ്ങൾ ഇതിൻ്റെ പിന്നീട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞു മാത്രമല്ലോ. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് ധനവാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല? ധനവാന്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണം, അയച്ചിട്ട് എന്ത് പറയണം? സുവിശേഷം പറയണം, അല്ലേ? പറയണം. ഇവിടെ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ 5 സഹോദരന്മാരോട് ഇത് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരനും മാനസാന്തരം. ഇതായിരുന്നു. എന്തുകൊണ്ട് ധനവാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അടുത്ത ചോദ്യം, ധനവാന്റെ ധനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ? നമ്മളൊക്കെ പൈസ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ, അല്ലേ? പണം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? അവരൊന്നും പറയുന്നില്ല. ധനവാന്റെ ധനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അടുത്ത ചോദ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു അവലോകന ചിന്തകളാണ്, മറ്റ് ബൈബിൾ ക്ലാസ്സുകളെ പോലെയല്ല. അടുത്ത് ലാസറിനോടുള്ള ചോദ്യങ്ങൾ, ലാസറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ലാസർ ദൂതന്മാരാൽ കൊണ്ടുപോകപ്പെട്ടത് എന്തുകൊണ്ടാണ്? വെറുതെ ഒരു ചോദ്യം. ദരിദ്രനായതുകൊണ്ടാണോ? അല്ലെ ലാസർ പറുദീസയിലേക്ക് പോയത് ദരിദ്രനായതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഈ 19 മുതൽ 31 വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ വല്ലതും മനസ്സിലാക്കിയോ? ഇല്ല, അവിടെ ഒന്നും നമുക്ക് കിട്ടാനില്ല, അല്ലേ? ലാസർ എന്തുകൊണ്ട് പറുദീസയിലേക്ക് പോയി, അല്ലെങ്കിൽ ദൂതന്മാർ എന്തുകൊണ്ട് ലാസറിനെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളും നമ്മളവിടെ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അകപ്പാടെ പറയുന്നത് ലാസർ ഭൂമിയിൽ എന്താ വേദന അനുഭവിച്ചു, കഷ്ടത അനുഭവിച്ചു, പിന്നെന്താ നീയോ എന്താ സുഖം അനുഭവിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചോദ്യം മനസ്സിലാക്കട്ടെ, ലാസർ പാപവും ചെയ്തിട്ടില്ലേ? നമുക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പറയണത്. നമ്മൾ വെറുതെ ക്ലാസ് ഒരു പ്രസംഗം പോലെ എടുത്ത് പോയിട്ട് കാര്യമില്ല. ലാസർ പാപമൊന്നും ചെയ്തില്ലേ? ജോഷുവ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അടുത്ത്, ലാസറിന്റെ രോഗം, അനാഥത്വം, പട്ടിണി, ഇതെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണോ?
ആരെന്താ പറഞ്ഞു? ദൈവത്തിൻ്റെ ശിക്ഷയാണ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ രോഗങ്ങളൊക്കെ ശിക്ഷയായിട്ട് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ബൈബിൾ പഠിക്കുന്ന സൗകര്യമല്ല അല്ലേ? ബൈബിളിൽ പല ഭാഗങ്ങളിലും നമ്മളെന്താ ചില ശിക്ഷകൾ കിട്ടിയ രോഗങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് ശിക്ഷയാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അല്ലേ നമ്മൾ കർത്തൃമേശയുടെ ബന്ധത്തിൽ പറഞ്ഞപ്പോൾ എന്താ അനേകരും നിദ്ര കൊള്ളുന്നു രോഗികളാവുന്നൊക്കെ നമ്മൾ വായിച്ചത്. അപ്പോൾ ബൈബിളിൽ മൊത്തം നമ്മൾ എടുക്കുമ്പോൾ എന്താ ഈ ലാസറിൻ്റെ ഈ രോഗം, അനാഥത്വം, പട്ടിണിയൊക്കെ അത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ശിക്ഷയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ശിക്ഷയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ എന്നുള്ളതാണ്. ശിക്ഷയല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാസറിന് ഒരു പരിതാപകരമായിരിക്കുന്ന ഏവർക്കും സഹതാപം തോന്നുന്ന ഒരു ദാരുണമായിരിക്കുന്ന ജീവിതം ലാസറിന് ലഭിച്ചത്? ലാസർ പ്രാർത്ഥിച്ചില്ലേ? ലാസറിൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേട്ടില്ലേ? കേട്ടു? ഉത്തരം പ്രാർത്ഥന കേട്ടു? എന്തെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല, നമ്മളങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് ഉത്തരം കേട്ടണം അല്ലേ? ഉത്തരം കേട്ടണം. അപ്പോൾ ലാസർ പ്രാർത്ഥിച്ചില്ലേ എന്നുള്ളതാണ്. നമുക്കറിയില്ല ലാസർ പ്രാർത്ഥിച്ചില്ലേ, നമുക്കറിയില്ല, അവിടെ എഴുതി പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പഠനം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലിരിക്കുക. ഇതൊരു അവലോകന ചിന്തയാണ്, അതുകൊണ്ട് ബോറടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് ഇത്? കർത്താവ് ഇത് പറയുവാനായിട്ടുണ്ടായ ഒരു കാരണം, അതിൻ്റെ പശ്ചാത്തലം എന്താ? പശ്ചാത്തലം 16-ാം അധ്യായം നാം വിശകലനം ചെയ്യുമ്പോൾ അതിൽ 2 സംഭവങ്ങളാണ് 16-ാം അധ്യായത്തിൽ കാണുന്നത്. 16 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അതിന് ഒരു കാര്യവിചാരകനുണ്ട്. ആ കാര്യവിചാരകൻ്റെ അവിശ്വസ്തയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഭാഗം കാണുന്നത് 16 മുതൽ 19 വരെ ലാസറിൻ്റെ ധനവാനെ കുറിച്ച്. ഇതിൻ്റെ ഇടയിലുള്ളൊരു ഭാഗമുണ്ട്, എന്താ 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് കർത്താവ് ഈ പറഞ്ഞ 2 കാര്യങ്ങളുടെയും പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 14-ാം വാക്യം മുതൽ ഒന്ന് നമുക്ക് വായിക്കാം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരനെ അത് കടപ്പാൻ നോക്കുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നതെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവർ വിവാഹം കഴിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടുത്തെ കഥാപാത്രങ്ങൾ ആരാ? പരീശന്മാരുടെ ജീവിതവും സ്വഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ 14 മുതൽ വായിക്കണം. എന്താണ് പരീശന്മാരുടെ സ്വഭാവം? അവിടെ തന്നെയുണ്ട്. ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. ദ്രവ്യാഗ്രഹികൾ അല്ലേ? അത്യാഗ്രഹികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെന്താ അടുത്ത സ്വഭാവം? പരിഹാസികൾ. അടുത്ത സ്വഭാവം എന്താ? സ്വയനീതിക്കാർ. അടുത്ത സ്വഭാവം എന്താ? നമുക്കറിയാം, കുറച്ച് അഹന്തയുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത എന്താ? കപടഭക്തിക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെന്താ? കൽപ്പനാലംഘികളോട് നിങ്ങൾ എഴുന്നൂർക്ക് എഴുതാം. മത്തായി 5:31-32. കൽപ്പനാലംഘികളുള്ളതിൻ്റെ നേരെ മത്തായി 5:31-32. മത്തായി 19:1 മുതൽ 9 വരെ. മത്തായി 15:1 മുതൽ 9 വരെ. മത്തായി 5:31-32. മത്തായി 19:1 മുതൽ 9. മത്തായി 15:1 മുതൽ 9 വരെ. അപ്പോൾ ഇതാണ് ഇവരുടെ സ്വഭാവം. ഇവരുടെ സ്വഭാവം കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം എന്താണെന്ന് കർത്താവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു പോരുന്നത് തങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്നുള്ള ഒരു വിചാരമാണ് ഉള്ളത്. ഇന്നും അങ്ങനെ ആളുകൾക്കുണ്ട്. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് പോപ്പ് സ്ഥാപിച്ച സഭയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്താ, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഈ റൂട്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. മരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ
അങ്ങനെയുള്ള ഒരു അഹന്തയുള്ള ആളുകളായിരുന്നു. ദൈവം മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണത്തിൻ്റെ കാവൽക്കാരായിരുന്നു ഇവരെന്തായിരുന്നു? കാവൽക്കാർ. ഇവർക്കാണ് ന്യായപ്രമാണം കിട്ടിയത്. ഇവരിതെല്ലാം എല്ലാം പഠിച്ചു, എല്ലാം കൃത്യമായിട്ട് അവർ കാണാതെ അറിയാം, അതിൻ്റെ പൊരുളുകൾ അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്ഷരങ്ങളെ അവർ സ്നേഹിക്കുകയും അതിൻ്റെ ആത്മാവിനെ അവർ കൈവിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിൻ്റെ അക്ഷരങ്ങളെ അവർ വളരെ സ്നേഹിച്ചു, പക്ഷെ അതിൻ്റെ ആത്മാവിനെ അവർ കൈവിട്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം കേൾക്കണം. അവർ അനുസരിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവർ വിട്ടുകളയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് എന്താ? അവർ ഭക്തരാണെന്ന് അവർക്ക് തോന്നുവാനായിട്ട്, അവർ ആത്മീകരാണെന്ന് അവർക്ക് തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ന്യായപ്രമാണത്തോട് അവർക്ക് യാതൊരു നീതിയും പുലർത്തുവാനായിട്ട് കഴിയുന്നില്ല. അവർ ദൈവമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്ത ആളുകളായിരുന്നു. ഇന്നും അങ്ങനെ കുറേ ആളുകളെ കാണാനായിട്ട് കഴിയും. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഇതിൽ തന്നെയാണ് ജനിച്ചത്. ഞങ്ങളുടെ കുടുംബത്ത് 5 അച്ഛന്മാരുണ്ട്, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. 5 അച്ഛന്മാരുണ്ട്, 3 കന്യാസ്ത്രീമാരുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം, ഈ ഒരു പാരമ്പര്യ സ്വഭാവം, അല്ലെങ്കിൽ തങ്ങൾ ഭക്തരാണെന്നുള്ള സ്വഭാവം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന ചിന്ത ഒക്കെ ഇന്ന് ഈ പുതിയ സുവിശേഷം പറയുന്ന ആളുകളുണ്ട്, സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകളുണ്ട്. ഇവരിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്കാണ്, നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാലാനായിട്ടും ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ ധനം സമ്പാദിക്കണമെന്ന ഈ ന്യൂജൻ പാസ്റ്റർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രസംഗങ്ങളും ജീവിതമെല്ലാം എന്താ? പണത്തോടുള്ള ബന്ധത്തിലാണ്, ആഡംബരപരമായ ജീവിതമാണ്. പിന്നെന്താ? അവർ ആത്മീകരാണെന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് അവർക്കുള്ളത്. സത്യത്തിൽ എന്താ? അവർ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി ഈ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ എന്താ? ഇതിൻ്റെ ആത്മാവിനെ കൈവിടുന്നു. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ രക്ഷ പ്രസംഗിക്കേണ്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലും അവിടെ അവരെന്താ പ്രസംഗിക്കുന്നത്? രക്ഷയല്ല പ്രസംഗിക്കുന്നത്. ഓക്കെ, പുറടിക്കുന്നുണ്ടോ? എല്ലാവരും കൂടി ഉണ്ടാവണേ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പരീക്ഷൻ്റെ മെയിനായിട്ടുള്ള ഒരു വാദമാണ് എന്താ? ഭൗതിക സ്വത്തുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ആസ്തിയുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, പിന്നെന്താ? ദരിദ്രൻ എങ്ങനെയാണ് ശപിക്കപ്പെട്ടവൻ. ഇക്കാലത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്, അല്ലേ? ഇക്കാലത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്കൊക്കെ ഒന്നുമില്ല, നമുക്കൊന്നും വീടില്ല, അല്ലെങ്കിൽ വാഹനമില്ല, അല്ലെങ്കിൽ സ്വത്തൊന്നുമില്ല, ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ എന്താ അവരുടെ ചിന്ത? ഇവരുടെ കൂടെ ഒന്നും ദൈവമില്ല. പക്ഷെ എന്താ? നമ്മുടെ കൂടെ എന്നെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് സാക്ഷികൾ നമ്മൾ കേൾക്കാറുണ്ട്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ മക്കളൊക്കെ എവിടെയാണ്? വിദേശത്താണ്. അവരൊക്കെ നല്ല നല്ല സ്ഥാനങ്ങളിലിരിക്കുന്നു. ഇവിടെ വേണ്ടുവോളം എന്തുണ്ട്? സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അവരൊക്കെ ഈ പരീക്ഷൻ്റെ പിന്തുലം മറക്കാരാണെന്ന് വെറുതെ തമാശയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആസ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആസ്തി ഒരിക്കലും നമ്മുടെ ആത്മീയത്വത്തിൻ്റെ അളവ് പോലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായാലും അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളൊരു പാഠം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൗതിക നന്മയില്ലെങ്കിൽ ശാപമാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. നാം ഒരു പക്ഷേ ദരിദ്രനായിട്ട് മരിച്ചേക്കാം, ലാസറിനെ പോലെ മരിച്ചേക്കാം. പക്ഷേ ദൈവമുള്ളവന് എല്ലാം ഉണ്ട്. നരകത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് അറിയോ? വളരെ ചോദിക്കുന്ന നരകത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസം ദൈവമില്ല. നരകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പ്രയാസം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ആശ്വാസം എന്തു വന്നാലും ആരുണ്ട്? ആശ്രയിപ്പാനൊരു ദൈവം. അത് വലിയൊരു ആശ്വാസമാണ്. ഓക്കെ, അല്ല, ഞാൻ ഈ ആശയത്തോടുള്ള ബന്ധത്തിൽ പറയണാണ്. അപ്പൊ നരകത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവമില്ല എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഭൗതിക സ്വത്തിന്, ഈ വിഷയത്തോടുള്ള ബന്ധം, ഭൗതിക സ്വത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നാം അധികം വ്യഗ്രത കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനേക സുവിശേഷകന്മാർ, ഞാൻ പറയുമ്പോൾ മുഖം ചുടിക്കരുത്, ഞങ്ങൾ 3 പേരല്ലോ. അപ്പോൾ അനേക സുവിശേഷകന്മാർ സുവിശേഷ വേലയിൽ നിന്ന് ധനം സമ്പാദിക്കുന്ന വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞു. സുവിശേഷ വേലയിൽ നിന്ന് ധനം സമ്പാദിക്കുന്ന വ്യക്തികൾ കള്ളന്മാരാണ്. ഇത് പറയുമ്പോൾ സുവിശേഷന്മാർക്ക് ഇഷ്ടപ്പെടില്ല. സുവിശേഷ വേലയിൽ നിന്ന് ധനം സമ്പാദിക്കുന്നവർ
കള്ളന്മാരാണ്. പൗലോസ് എന്താ പറഞ്ഞ, ഞാൻ സകലതും ഛേദമെന്ന്, അല്ലേ, ചവറെന്ന്. അതാണ് സുവിശേഷം. സുവിശേഷം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവനെന്താ, അവനെല്ലാം സ്വർഗത്തിൽ സമ്പാദിച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ന് പറയാം. ഒരു സുവിശേഷകൻ, ഒന്നുകൂടി കടത്തി പറയുകയാണെങ്കിൽ ഒരു വിശ്വാസി, അവനായിട്ട് ഒന്നും ഈ ഭൂമിയിൽ കരുതാതെ എവിടേക്ക് പോകണം? ദരിദ്രനെ പോലെ സ്വർഗത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ആശയം അതിർത്തി വിട്ട് നിങ്ങൾ പോകരുത്. അതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ, ഭൗതിക സ്വത്തിന്മേൽ ധനവാനെ പോലെ കണ്ണുകൾ വയ്ക്കുവാൻ ഇടവരാതിരിക്കൊണ്ടൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ഛേദമെന്ന് എണ്ണുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയണം. പലപ്പോഴും കഴിയുന്നില്ല. നാം സുവിശേഷ വേലയിൽ ആണെങ്കിൽ തന്നെയും കുറച്ച് അധികം പൈസകൾ വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. എന്താ, KSF, ഷെയർ, പിന്നെന്തൊക്കെയാ, കൂടുതൽ പലിശ കിട്ടുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. മനസ്സിലുണ്ട്. KV സൈമൺ സാറാണ് പാടിയത്. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, എങ്ങും പരിഹാസ പീഡനങ്ങൾ. അത് മറന്നു, നമ്മളാരും പാടാറില്ല. അത് പാടാൻ നല്ല യോഗ്യതയില്ല. അതുകൊണ്ടാണ്. കാരണം എന്താ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു വകയിട്ട് എന്താ ഉണ്ട്. കർത്താവ് പറഞ്ഞെന്താ, നിങ്ങളുടെ നിക്ഷേപം ഈ പുഴുവും തുരുമ്പും അത് വിശ്വാസത്തിന്റെ ലക്ഷണമല്ല. അതവിടെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്. അത് വിശ്വാസത്തിന്റെ ലക്ഷണം അല്ല. നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കണം. ഭൂമിയിൽ അതെന്താ, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അനേക സുവിശേഷകന്മാരുടെ പൈസ സുനാമി വന്നപ്പോൾ പോയ പോലെ പോയിട്ടുണ്ട്. സുനാമി വന്നപ്പോൾ പോയ പോലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്താ, ഒരിക്കലും പരീക്ഷ ചിന്താദികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. പരീക്ഷൻ്റെ ഭൗതിക ചിന്ത അവൻ്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൂടിയും വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവനവരോട് പറഞ്ഞത്, നിങ്ങൾ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു. ഇവിടെ ഞാൻ പറയേണ്ട മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ, ദൈവം ഇടപെടുന്നത് അവൻ്റെ ഹൃദയത്തെ നോക്കിയാണ്. ദൈവം എങ്ങനെയാണ് നമ്മൾ ഇടപെടുന്നത്? നമ്മുടെ ഹൃദയത്തെ നോക്കിയാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ചർച്ചിൽ വന്ന് പാട്ട് പാടുന്നുണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ട്, സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നുണ്ട്, ദൈവദാസന്മാരെ ആദരിക്കുന്നുണ്ട്, ദൈവ മക്കളെ ആദരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പുറമേ ഉള്ളതാണ്. നമ്മൾ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഇത് പുറമേ കാണുന്ന ആളുകളാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയത്തെ വിലയിരുത്തുവാനായിട്ട് സാധിക്കില്ല. ദൈവം എങ്ങനെ വിലയിരുത്തുന്നത്? ഹൃദയത്തെ നോക്കിയിട്ട്. കുറച്ച് തെളിവുകൾ ആവശ്യമുള്ളവർ എഴുതി വെച്ചോ. 1 ശമൂവേൽ 16:7 അവിടെ പറയുന്നതാ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അടുത്ത സങ്കീർത്തനം 7:9, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. സങ്കീർത്തനം 17:3, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. അടുത്ത സങ്കീർത്തനം 44:21, ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. അടുത്തത് സദൃശ്യം 21:2, യഹോവ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഇത്തിരി വിശദീകരിക്കാൻ വേണമെങ്കിൽ ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാണ്. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:24, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ. പത്രോസ് പ്രാർത്ഥിക്കുന്നതാണ്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ. അടുത്ത് വെളിപ്പാട് 2:3, ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും അറിയുന്നവൻ. അപ്പോൾ ഇത്തരം തെളിവ് മതി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഇവരുടെ ഹൃദയ രഹസ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതും കർത്താവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന കാര്യമാണ്. എന്താ, അവൻ സകല ഹൃദയം, ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്താ, സകല മനുഷ്യരെയും ഹൃദയങ്ങളെ അറിയുക. വേറെ ആർക്കും ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്ര മഹാന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, മെന്റലിസ്റ്റുകളായിക്കോട്ടെ, ആർക്കും എന്താ
മനുഷ്യൻ്റെ ഹൃദയത്തെ കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ ദൈവം മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സമയം പോവുകയാണ്. അതായത് ക്ലാസ്സിൻ്റെ 10% മാത്രമാണ് ആയിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ പോയ പോലെ മുഴുവൻ പറയാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ മെയിൻ സന്ദേശത്തിലേക്ക് ഇനി വരാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമുക്കൊന്ന് വിടാം. അപ്പോൾ ഈ സംഭവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, രണ്ടുപേരും ഭൂമിയിൽ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം രണ്ടുപേരും നിത്യതയിൽ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ സംഭവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ടുപേരും ഭൂമിയിൽ 19 മുതൽ 20 വരെ, രണ്ടുപേരും നിത്യതയിൽ 20 മുതൽ 31 വരെ. മറ്റൊരു വിധത്തിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ഇരുവിധ ജീവിതം, ഇരുവിധ മരണം, ഇരുവിധ മരണാനന്തര അനുഭവം. ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ 1-ാം വാക്യം, 19-ാം വാക്യം ഒന്നുകൂടിയും വായിക്കാം. ഞാൻ വായിക്കാം. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ചു ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചിരുന്നു. അപ്പോൾ ധനവാന്റെ ജീവിത ശൈലിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ധനവാന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? ഈ ലോകത്തിൽ എങ്ങനെയും സുഖിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക. നാളെ മരിക്കുമെന്ന് താനും ചിന്തിക്കുന്നില്ല. ഇവിടെ ധൂമ്ര വസ്ത്രം, അത് കടൽ കക്കകളിൽ നിന്ന് എടുക്കുന്ന ഒരു ദ്രാവകത്തിൽ മുക്കിയെടുത്തിരിക്കുന്ന വസ്ത്രങ്ങളാണ് ധൂമ്ര വസ്ത്രം എന്ന് പറയുന്നത്. അത് അതിൻ്റെ ചായങ്ങൾ, അത് ഭയങ്കര വിലയുള്ള ചായങ്ങളാണ് അക്കാലത്ത്. അതുകൊണ്ടാണ് അത് താൻ ധരിച്ച് നടക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. പട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നതാണ് പട്ട്. അപ്പോൾ ഇത് രണ്ടും ധരിച്ച് നടക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. ദിനംപ്രതി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദിനംപ്രതി എന്ന് പറയുമ്പോൾ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ സുഖിക്കാം എന്ന് ചിന്തിക്കാം. എങ്ങനെ സുഖിക്കാമെന്നാണ് ചെയ്യുക. ലോകസുഖം മാത്രം മുൻനിർത്തി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു ധനവാനെ കുറിച്ച് നമ്മൾ കാണാം. ലൂക്കോസ് 12-ന്റെ 13 മുതൽ 20 വരെ വായിക്കും. ആ ധനവാൻ പറയുന്നത് എന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? തൻ്റെ ഗോഡൗൺ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വീണ്ടും ഒരു പാണ്ഡികശാല ഉണ്ടാക്കാനായിട്ട് താൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ധനവാന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം, ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ? ലോകസുഖം മുൻനിർത്തി മുന്നോട്ട് പോവുക. നമ്മളെന്താ മുൻനിർത്തുന്നത്? നമ്മുടെ ജീവിതം എന്താ മുൻനിർത്തുന്നത്? അമ്മ ഇനി കുറച്ച് കാലമുള്ളതൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ മുൻനിർത്തുന്ന കാര്യം എന്താ? നമ്മൾ ഇനി എൻ്റെ ലക്ഷ്യം ഇതാണ്. എന്താണ്? വെറുതെ ചോദിക്കണാട്ടോ. എന്താ പറഞ്ഞു വെറുതെ? എന്താ ജീവിത ലക്ഷ്യം? ഉയരണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ ജീവിത ലക്ഷ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിരിക്കുന്ന ലക്ഷ്യം ദൈവനാമ മഹത്വം ആയിരിക്കണം. തെളിവേദ 1 കൊരിന്ത്യർ 10:31. അവിടെ പറഞ്ഞാൽ എന്താ? ആകയാൽ നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. നമ്മൾ എന്ത് തിന്നാലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നാം അതിൽ ദൈവമഹത്വം കാണുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ട്. നാം എന്ത് പ്രവർത്തിക്കുമ്പോഴും, അതാ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞേ, നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നാം ദൈവമഹത്വം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, മുൻനിർത്തുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പോരായ്മകൾ ഉണ്ട്. ഇതാ നമ്മൾ വളരാത്ത. നമ്മൾ വിചാരിച്ചിരിക്കും നമ്മൾ വളർച്ച എത്തി ടോപ്പ് ലെവലാണെന്നില്ല. എങ്ങനെ ക്രിസ്തു എന്ന് തലയോളം വളരാനാണ് പറഞ്ഞിരിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്ന ഓക്കെ, ഇപ്പോൾ വിശ്വാസത്തിലൊക്കെ വന്ന് ഇത്ര നാളൊക്കെ ആയി, അത്യാവശ്യം ബൈബിളൊക്കെ നമ്മൾ പഠിച്ചു, അതിനൊക്കെ സൂക്ഷിക്കാൻ വേണമെങ്കിൽ അറിയാം, അത്യാവശ്യം സുവിശേഷം പറയാനായിട്ട് അറിയാം, നമ്മൾ കഴിഞ്ഞു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റെപ്പ് നമുക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലാണ്. അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരാജയമാണ്. നമ്മളെന്ത് ചെയ്യണം? നാം നാൾക്ക് നാൾ വളരണം. ഇത്രയും ഇപ്പോൾ വിശ്വാസം നാം വന്നിട്ട് 50 വർഷമായെങ്കിൽ നാം ഒന്നും വളർന്നിട്ടില്ല. ഇനി വളരാനായിട്ട് കിടക്കുക. പക്ഷെ അതിനു മുമ്പ് നമ്മളെന്ത് ചെയ്യും? ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ദൈവത്തിൻ്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നാം ഓരോ സ്റ്റെപ്പും വയ്ക്കുക. നാം എന്തൊരു വിദ്യാഭ്യാസം ചെയ്യണം? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. എന്തിനാണ് 7th പഠിക്കുന്നത്?
എന്തിനാണ് 7th പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുവാൻ ഉള്ള യോഗ്യതയ്ക്ക് വേണ്ടിയാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഉദ്ദേശം? എന്താണ് നാം മുൻനിർത്തുന്നത്? ദൈവത്തിൻ്റെ നാമ മഹത്വം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത് ലാസറിനെ പറ്റി പറയുന്നത് എലയാസർ എന്ന് പഴയ നിയമത്തിലെ ഒരു പേരിൻ്റെ ഒരു ഹ്രസ്വമായ രൂപമാണ് ലാസർ എന്ന് പറയുന്നത്. അർത്ഥം ദൈവ സഹായം. അർത്ഥം എന്താ? ദൈവ സഹായം. നമുക്കിങ്ങനെ ബൈബിളിൽ കുറേ പേരുകൾ കാണാം, അല്ലേ? പേര് നോക്കുമ്പോൾ നല്ല പേരാണ്, അതിൻ്റെ അർത്ഥവും നല്ലതാണ്. പക്ഷേ ആ ജീവിതമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകുന്നില്ല. ഒരിക്കലും നമ്മുടെ ഒരു വിശ്വാസി തിരുവനന്തപുരം ജയിലിലാണോ വിയ്യൂർ ജയിലിലാണോ എന്ന് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ് കിടക്കുന്നത്. അവിടെ കിടക്കുന്ന ആളുകളുടെ പേര് പത്രോസ്, യോഹന്നാൻ. ഇവരൊക്കെ ആരാണ്? ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പേര് സുവിശേഷ നിമിത്തമല്ലാട്ടാ, ഇപ്പൊ കിടക്കുന്ന കാര്യമാണ്. അവരുടെ പേരുകളൊക്കെ പത്രോസ്, യോഹന്നാൻ, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ദാസന്മാരുടെ പേരുകളാണ്. ഇവരൊക്കെ കൊടും കുറ്റവാളികളാണ് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലാസറിന്റെ പേരിന്റെ അർത്ഥം തന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്താ? അവൻ ദരിദ്രനായിട്ട് ജീവിച്ചു, രോഗിയായിട്ട് ജീവിച്ചു, രോഗിയായിട്ട് മരിച്ചു. പിന്നെന്താ? അവൻ കിടപ്പ് രോഗി. അപ്പോൾ എവിടെയാണ് ദൈവത്തിന്റെ സഹായം? ദൈവം സഹായിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണോ? ദൈവം സഹായിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണോ? ഇതൊക്കെ ഇപ്പോൾ ആളുകൾ നമ്മൾ ചോദിക്കുന്ന, നിങ്ങളൊക്കെ ഈ പുസ്തകം പഠിച്ച് നന്മാറയോടെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലത്തിലായി 20 വർഷമായില്ലേ? എല്ലാം ഉണ്ടാക്കിയോ? ആളുകൾ ചോദിക്കുന്ന, ഒന്നും ഉണ്ടാക്കിയില്ല. പല ദൈവത്തിന്റെ ദാസന്മാർക്ക് സ്വന്തമായ ഒരു വീട് വരെയില്ല. അതല്ല അവരുടെ ലക്ഷ്യം. ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന, നാം 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അനേക ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന് വേണ്ടി അഹോരാത്രം പോരാടുന്ന ദൈവദാസന്മാരുണ്ട്. എന്താ ദൈവം അവരെ സഹായിക്കാത്തത്? അവരുടെ ദൈവം എവിടെയാണ്? അവരുടെ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ലേ? ചോദ്യങ്ങൾ വായിക്കുന്നില്ല. അവരുടെ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? എത്രയോ വർഷമായി നാം ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തരമില്ല. ഉത്തരം ഇല്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ചു, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു, അല്ലേ? മുട്ടുവേദനിക്കുന്നവരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കണ്ണീരൊഴുക്കി. ഇനി കണ്ണിൽ കണ്ണുനീരില്ല. ഇത് പറഞ്ഞ പോലെ എൻ്റെ കണ്ണുനീരോട് ഞാൻ എൻ്റെ കിടക്ക. പിന്നെ എന്നിട്ട് എന്താ? ഉത്തരമില്ല. വലിയൊരു പ്രശ്നം അത്. ഉത്തരമുണ്ട്. എവിടെ ഉത്തരം? ഉത്തരമുണ്ട്. ലാസറിന്റെ ജീവിതത്തിൽ ഉത്തരമുണ്ട്. നാം കാണാതെ പോകരുത്. ലാസറിന്റെ ജീവിതത്തിൽ ഉത്തരമുണ്ട്. ലാസറിനകത്ത് മറുപടി പറയാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം പോയപ്പോൾ, ബോറടിക്കാൻ വേണ്ടിയിരിക്കാം പറയാനായിട്ടാണ് പോയി കഴിഞ്ഞപ്പോൾ, വളരെ പ്രയാസങ്ങൾ ആ കുടുംബത്തിലുണ്ട്. 3 പേരും ആക്സിഡന്റ് പറ്റി രോഗികളാണ്. വളരെ പ്രയാസമില്ല. അവർ ആ കഥകളൊക്കെ ഞങ്ങളോട് തന്നെ പറഞ്ഞു. ഞങ്ങൾ മൗനമായിരുന്നു കേട്ടു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഇതെല്ലാം കേട്ട അവസാനം ആളുടെ അനുഭവം പറഞ്ഞു. ആളുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ 3 പേർക്കുണ്ടായേക്കാൾ 10 ഇരട്ടി വേദനകൾ ഈ സഹോദരനും കുടുംബവും അനുഭവിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആശ്വാസം ആയി. വിശ്വാസികളെ, ദൈവമക്കൾക്ക് എന്താ ഈ ലോകത്തിൽ എന്താ സുഖം കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ പറയാം, കൽപ്പിച്ചിട്ടില്ല. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, അത് നമ്മുടെ പോക്കറ്റിലിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങൾ ഭീരുക്കളാവാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും, മരണ നിഴലിൽ കൂടെ നടക്കേണ്ടി വന്നാലും വീഴും എന്നുള്ള ഭയം നിങ്ങളെ ഭരിക്കുവാനായിട്ട് പാടില്ല. കാരണം എന്താ? യായിറോസിനെ ഒരു എക്സാമ്പിൾ പറയാം. യായിറോസ് തൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുക, അല്ലേ? ആരുടെ കൂടെ പോകുന്നത്? അറിയില്ലേ? യേശുവിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് യായിറോസിൻ്റെ ജീവിതത്തിൽ എന്താ വലിയ പ്രയാസം. എൻ്റെ മകൾ മരിച്ചു, ഇനി എന്താ ചെയ്യാം? അവിടെ ചെല്ലുമ്പോൾ എന്താ, ഞാൻ വാവിട്ട് കരയുന്ന, നെഞ്ചത്തടിച്ച് കരയുന്ന ഒരുപക്ഷെ ഭാര്യയും മറ്റുള്ള കുടുംബാംഗങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ യായിറോസിൻ്റെ ജീവിതത്തിൽ ആശ്വസിക്കാനുള്ളത് മറുഭാഗത്ത് ആരുണ്ട്? കർത്താവ് കൂടെയുണ്ട്. ഇതാണ് ഒരു ഭാഗത്ത് മല പോലത്തെ പ്രയാസങ്ങളെ നേരിടുവാനായിട്ട് പോകുമ്പോൾ
മറുഭാഗത്ത് ആശ്വാസപ്രദനായിരിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് യായിറോസിന് ഉണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് ചിന്തിക്കണം. ഉണ്ട്, കർത്താവ് വേണ്ടി ഉണ്ട്, പക്ഷെ ആ ധൈര്യം പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത 21 വാക്യം നമുക്കൊന്ന് വായിക്കാം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഇന്ന് മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണം നോക്കും. അപ്പോൾ അവിടെ ഒരു വാക്ക് 20 വായിക്കണ്ടേ. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായ അവൻ്റെ പടിപ്പുരക്കിൽ കിടന്നു. എന്താണ് പടിപ്പുര? പോർച്ചാണ്. വീടിൻ്റെ മുൻഭാഗത്ത് കാണുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലാക്കുകയും പോർച്ചുണ്ടോ? അങ്ങനെ ഇപ്പോഴേക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? അതിൽ ഈ പോർച്ചിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റിയിരുന്നു. അക്കാലത്തൊക്കെ വേണമെങ്കിൽ ഒരു ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഒരു പോർച്ച് എന്ന് പറയുന്നത്. ഞാനത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ധനവാന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ധനവാൻ നല്ലവനായിരുന്നു എന്ന് പറയുന്ന ചില ഉദാഹരണങ്ങൾ ചില ആളുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ ധനവാന്റെ ഒരു നല്ല കാര്യം? പെട്ടെന്ന് കിടത്താനായിട്ട് അനുവദിച്ചു അല്ലേ? അനുവദിച്ചു. അതൊരു നല്ല കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞാനതിന് നല്ല കാര്യമായിട്ട് കാണുന്നില്ല. പറയാൻ കാരണം ലാസറിനെ പറ്റിയുള്ള ചില നല്ല സർട്ടിഫിക്കറ്റുകൾ ഞാൻ പെട്ടെന്ന് പറയാം. സാധുജനപ്രിയൻ. ഇത് പല ആളുകളും പറഞ്ഞ കാര്യമാട്ടോ. അതെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുകയാണ്, അതുകൊണ്ട് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവൻ്റെ നല്ല കാര്യം പറഞ്ഞതാ. പിന്നെന്താ? വിശാല ഹൃദയം. കാരണം അവൻ്റെ പഠിപ്പുരയ്ക്ക് കടക്കാനായിട്ട് അനുവാദം കൊടുത്തു. പിന്നെന്താ? സ്നേഹമുള്ളവൻ. കാരണം എന്താ? തല്ലി ഓടിച്ചില്ലല്ലോ. നമ്മളാണെങ്കിലോ ആരെങ്കിലും വരാറുണ്ടോ? റോഡ് സൈഡല്ലേ? ഉണ്ട്. ആരെങ്കിലും അവിടെ വന്ന് കിടക്കാനായിട്ട് പോകും. തല്ലി ഓടിച്ചിട്ടുണ്ടോ? പറയണ്ട അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ വന്ന് നമ്മൾ കൊടുക്കുമോ? അപ്പം നമ്മളെക്കാൾ മെച്ചില്ല ധനവാൻ ആണോ? ഞാനത് തമാശക്ക് പറഞ്ഞാണ്. പിന്നെ പറയുന്ന കാര്യം എന്താ? കുടുംബ പാരമ്പര്യമുള്ളവനാണ്. ഇതൊക്കെ ഒരു ആരംഭം അവരോട് പറയുന്നുണ്ട്. പിന്നെന്താ? പ്രാർത്ഥന സ്വഭാവമുള്ള ആളാണ്. ആണോ? ധനവാൻ പ്രാർത്ഥന സ്വഭാവമുള്ള ആളാണോ? അവിടെ വായിക്കുന്ന 27 അവസാനം വായിക്കുന്ന ഞാൻ അപേക്ഷിക്കുന്നു. അത് പ്രാർത്ഥനയായിട്ടാണ് ഈ ആളുകൾ കാണുന്നത്. പിന്നെന്താ? സഹോദരന്മാരോട് സ്നേഹമുള്ള ആളാണ്. അതെ, ഇത്രയും ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അംഗീകരിക്കുന്നില്ല. പെട്ടെന്ന് പോകാം. ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നാൽ ധനവാന് കുറേ ബാഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഞാൻ അത് പറയാം. മോശമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ വേദഭാഗം വായിക്കും. ആവർത്തന പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 205-ാമത്തെ പേജായിരിക്കും ഏകദേശം. 205-ാമത്തെ പേജ് സത്യവേദ പുസ്തകത്തിലെ 205-ാമത്തെ പേജ് ഏകദേശം. ആവർത്തനം 15-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഒരാൾ ഉറക്ക വായിക്കുക. ഇത്തിരി പതുക്കെ വായിച്ചാൽ മതി. ഉറക്കെ, സ്പീഡ് കുറച്ച്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ, അത് കേട്ടാ, ദരിദ്രനായ സഹോദരൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞോ, വായിച്ചോ. ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെ. ഹൃദയം കഠിനമാക്കരുത്. ഓക്കെ, അടുത്തത് കൈ അടയ്ക്കരുത്. നിന്റെ കൈ അവന് വേണ്ടി കൈ തുറന്ന് വായ്പ കൊടുക്കണം. പിന്നെ അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായ